ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് കത്തിപ്പോയക്കണുണ്ടോ? ഇത്രേ ഉള്ളൂ ഒരു സംഭവം വരാനായിട്ട്. ഇവിടെ നെറ്റില്ല, അവൻ നെറ്റ് തിന്നു. ഈ ക്രോമൊക്കെ പയ്യെ പയ്യെ ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ടോ, ബ്ലാക്ക് ആയി വന്നിരിക്കുന്നുണ്ടോ. പണ്ട് ഇവൻ കുറെ പരീക്ഷണങ്ങൾ ഈ വണ്ടി നടത്തുന്നു. തൊട്ട് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനാട്ടോ. കാരണം ഒരിക്കലും ഗ്ലാസ് പിടിക്കരുത്. കാരണം ഗ്ലാസ് പിടിച്ചു കഴിഞ്ഞാൽ ഹലോ ഗൈസ്, മോട്ടോ ജെൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വരുന്നൊരു പ്രധാന കംപ്ലൈന്റ് ആണ്, ഒരു 3 അല്ലെങ്കിൽ ഒരു 4 കൊല്ലം കഴിയുമ്പോഴത്തേനും വണ്ടിയുടെ ഹെഡ്ലൈറ്റിനൊക്കെ ഒരു മങ്ങലുണ്ടാവും. ചിലപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ ബൾബൊക്കെ അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ പോയിന്റ് ഒക്കെ പോകും. ഒരു പോയിന്റ് ഡിമ്മി വർക്ക് ചെയ്യും, ചിലപ്പോൾ ബ്രൈറ്റ് വർക്ക് ചെയ്യത്തില്ല, അതൊക്കെ വരും. പിന്നെ കുറച്ച് കളയുമ്പോഴത്തേനും വണ്ടിയുടെ അകത്തെ ഹെഡ്ലൈറ്റിന്റെ അകത്ത് ഈ ക്രോമിങ്ങിനൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് പ്രകാശവും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹോണ്ട ഡിയോയുടെ ഹെഡ്ലൈറ്റിന്റെ ബൾബാണ് നമുക്ക് പോയേക്കണം. അതിന്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ബൾബ് ഊരിയിട്ട് വേറെ ബൾബ് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്കൂട്ടറിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ കുറച്ച് സ്ക്രൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് നോക്കാം. നമുക്ക് സ്റ്റാറിന്റെ സ്കൂട്ടർ മാത്രം മതി. ഈ ഫ്രണ്ടിലത്തെ കിറ്റിന്റെ അവിടുത്തെ കുറെ സ്ക്രൂകൾ ഊരാനായിട്ട് സ്റ്റാറിന്റെ സ്കൂട്ടർ മാത്രം മതി. പിന്നെ നമ്മൾ ഫിലിപ്സിന്റെ ബൾബ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. 90 റേറ്റ് വരുന്നുള്ളൂ ഇതിന്, ഈ ബൾബിന്. അപ്പോൾ ഈ ഒരു ബൾബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കിറ്റ് ആദ്യം ജസ്റ്റ് ഒന്ന് ഊരാം. കിറ്റ് ഊരാനായിട്ട് ഇവിടെ 2 നട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് ആ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുമായിട്ട് ഓരോ നട്ട് തന്നെ ഉണ്ട്. പിന്നെ അവിടെ 2 റോക്കറ്റ് ക്ലിപ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഇവിടെ 2 എണ്ണം, അടിയിലായിട്ട് 4 നട്ട്. അങ്ങനെ 4 നട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ കിറ്റും ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ കിറ്റൊന്നും ആദ്യം തന്നെ നമുക്ക് ഊരാം. പിന്നെ വേറെ ചില വണ്ടികളുടെ, അതായത് സ്കൂട്ടറിന്റെ ആക്റ്റീവയുടെ ഒക്കെ വണ്ടികളാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും ഹെഡ്ലൈറ്റ് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്ക്രൂസ് ഊരി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെഡ്ലൈറ്റ് നമുക്ക് ഊരി എടുക്കാൻ പറ്റും. ഓരോ അടിയിലങ്ങോട്ട് ഇതാ ഈ നെട്ടൊന്ന് കാണിച്ചു കൊടുത്തറ. ഈ സൈഡിലോട്ടാണ് നെട്ട് വരുന്നത്. അതായത് പല വണ്ടിയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുക. അതൊക്കെ ഇവിടുത്തെ 2 റോക്ക് ക്ലിപ്പ് പോയി കിടക്കണതാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലിപ്പ് നമുക്ക് ഒരു കാര്യമില്ല. ഈ ഒരു സ്ക്രൂ ആയിരിക്കണ്ട 2 എണ്ണം. പിന്നെ ഇപ്പുറത്തെ സ്ക്രൂ. പിന്നെ ബൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇരുവശത്തുമായിട്ട് ഒരു ബോൾട്ട് കാണും. അതൊരു 10ന്റെ ബോൾട്ട് കാണും. ആ ഒരു ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനകത്തുനിന്ന് ബൾബ് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ സ്ക്രൂസും കാര്യങ്ങളൊന്നും പോകാണ്ട് എല്ലാവരും ഒന്ന് എടുത്തു വെക്കാൻ ശ്രമിക്കുക. എല്ലായിടത്തും ഒരു സ്ഥലത്തായിട്ട് കൂട്ടി വെച്ചാൽ മതി ജസ്റ്റ്. എന്നിട്ട് സ്ക്രൂസ് ഒന്നും കളയരുത് കേട്ടോ. ഈ ഒരു ഡിയോയുടെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ അകത്തെ ഈ ക്രോമൊക്കെ പയ്യെ പയ്യെ ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ടോ, ബ്ലാക്ക് ആയി വന്നിരിക്കുന്നുണ്ടോ. ഇതിന്റെ ഇപ്പോൾ വെട്ടം ശരിക്കും കുറയും. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിന്റെ ഫുള്ളായിട്ട് ഇങ്ങനെ പടം പൊളിഞ്ഞു പൊളിഞ്ഞു വരും. നടുക്കായിട്ട് സെന്റർ വന്നേക്കണം. അതുകൊണ്ട് ബ്ലാക്ക് ആയിട്ട് ഈ ശരിക്കും പക്ക ക്രോമാണ്. ഇതിന്റെ ഒരു ബേസ് ആണ് ശരിക്കും നമുക്ക് വെട്ടമൊക്കെ നന്നായിട്ട് കിട്ടണം. ഇപ്പൊ പുതിയതൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കിട്ടും. അതെ, ഇപ്പൊ കുറച്ച് ഒരു 3 അല്ലെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പുതിയ നല്ല വെളിച്ചം കിട്ടും. ഒരു ബാക്കി കൂടി ഒരുപാട് അടിയത്തെ ക്ലിപ്പ് ഊരിയായിരുന്നു മറ്റേ സൈഡിലെ. അതില്ല അതുപോലെ പണ്ട് ഇവൻ കുറെ പരീക്ഷണങ്ങൾ ഈ വണ്ടി നടത്തുന്നു. കുറെ നെറ്റുകളൊന്നും കാണാനില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും സ്വിച്ചൊക്കെ പിടിപ്പിച്ച് ജസ്റ്റ് തുള ഉണ്ടോ അവിടെയൊക്കെ? തുളയൊക്കെ സ്വിച്ച് പിടിപ്പിച്ചാൽ ഇവിടെയൊക്കെ സ്വിച്ച് പിടിപ്പിക്കുക. ഇവിടെ നെട്ടില്ല, അവൻ ആ നെട്ട് തിന്നു. അതിനകത്ത് തിന്നല്ല, വണ്ടി വീണ് കഴിഞ്ഞപ്പോൾ ഭാഗം പൊട്ടിപ്പോയതാ. ആ ലോക്ക് പൊട്ടിപ്പോയി. അവിടുത്തെ പിന്നെ നെട്ടിടാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയിട്ടുണ്ട്. ഈ സംഭവം ജസ്റ്റ് നിങ്ങൾ പൊക്കിങ് എടുത്താൽ മതി. ഓക്കെ, അടിച്ചോ. ഇവിടുത്തെ ഒരു ക്ലിപ്പ് പിടിക്കണം. പിടിച്ച് ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചാൽ മതി. അത് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അത് ഊരിയെടുത്ത്. ഇത്രേ ഉള്ളൂ ഒരു സംഭവം ഊരാനായിട്ട്. അപ്പോൾ ഇത് ഊരിയിട്ട് ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, ഈ റബ്ബറിൻ്റെ ഒരു ബുഷൻ, ഇത് അകത്തോട്ട് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനാട്ടോ. ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. ആ റബ്ബറിൻ്റെ ആ ഒരു ബുഷും കൂടി ഊരുക. അതെല്ലാം വണ്ടിക്ക് കാണും കേട്ടോ. അകത്തോട്ട് നമുക്ക് ഹെഡ്ലൈറ്റിനകത്തോട്ട് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനാണ്. ഈ സ്പ്രിംഗ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് ഒന്ന് എടുത്താൽ മതി. അപ്പം ഇങ്ങനെ പൊങ്ങിയിരിക്കും. പിന്നെ ബൾബ് ജസ്റ്റ് ഊരിങ് എടുത്താൽ എടുക്കുക. ഇത്രേ ഉള്ളൂ. ഈ ഒരു ബൾബ് കാണിച്ചു തരാം ജസ്റ്റ്. കണ്ടോ, ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് കത്തിപ്പോയക്കണുണ്ടോ? അതിനകത്ത് കറുത്തിരിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു പോയിന്റ് കത്തിപ്പോയക്കണുണ്ട് ബൾബിൻ്റെ. അപ്പോൾ നമുക്ക് ആ ബൾബ് ഒന്ന് മാറ്റി ഇടണം. സോ നമ്മൾ പുതിയൊരു ബൾബ് എടുത്ത് ഇടാൻ പോവാണ്.
അപ്പോൾ നമ്മളെപ്പോഴും ബൾബ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പിടിച്ചെടുക്കാവുള്ളൂ. ഈ ഒരു ഭാഗത്ത് എപ്പോഴും പിടിക്കാതെ എടുക്കണം. കാരണം ഇത് കുറച്ചാളെ കഴിയുമ്പോഴത്തേനും ഒരു കാലക്രമേണ ഈ ലൈറ്റിനൊക്കെ കംപ്ലൈന്റ് വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ. കാരണം ഒരിക്കലും ഗ്ലാസ് പിടിക്കരുത്. കാരണം ഗ്ലാസ് പിടിച്ചു കഴിഞ്ഞാൽ ബൾബിന്റെ ലൈഫ് കുറയുന്നതാണ് ഇവർ ശരിക്കും പറയണേ. സോ ഇനി നമുക്ക് ഈ ഒരു ബൾബ് പഴയപടി അനത്തിലേക്ക് ജസ്റ്റ് കയറ്റി ഇടുക. ഈ ലോക്ക് കറക്റ്റാണ് നോക്കുക. ഇവിടെ ആ ഒരു കട്ടിയുണ്ടല്ലോ, ഈ കട്ടി കറക്റ്റ് ഇട്ട് കഴിയുമ്പോൾ അറിയാം. ഈ ഒരു ഭാഗത്തുള്ളതിനൊക്കെ ഇച്ചിരി വീതി കൂടുതലാണ്. ഇത് കണ്ടോ, രണ്ടിടത്തും വീതി കുറവുണ്ട്. അത് കയറ്റിയിടുമ്പോൾ നോക്കിയാൽ മതി. ആ ലോക്ക് നോക്കിയാൽ കയറ്റിയിട്ടാൽ മതി. പിന്നെ ഈ സ്പ്രിങ് ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് ലോക്ക് ചെയ്തിടുക. പിന്നെ റബ്ബറിന്റെ ബുഷ് എടുത്തിട്ടൊന്ന് കയറ്റിയിടുക. പഴയവിടെ ഇതിനെല്ലാം ഒരു മീൻസ് ഇതുപോലെ ഇരിക്കുന്നതിന് ഒരു പൊസിഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാണ്ടല്ലോ. ഇതിനൊക്കെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ അങ്ങോട്ട് ഇട്ടാൽ മതി. ഈ രണ്ട് പൈപ്പ് തന്നെ ഞാൻ ക്ലിപ്പ് എടുത്ത് പഴയപടി ലോക്ക് ചെയ്ത് കയറ്റി വെക്കുക. നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സംഭവം പഴയപടി തന്നെ വണ്ടിയിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ചിലപ്പോൾ ബൾബിൻ്റെ ഒക്കെ വെട്ടം കുറയണമെങ്കിൽ ചിലപ്പോൾ ബാറ്ററിയുടെ വെടിക്കെട്ട് തീർന്നിട്ടായിരിക്കും. കാരണം ബാറ്ററിയിൽ അത് ബാറ്ററി കംപ്ലൈൻ്റ് ആയി ഫുള്ളായിട്ട് ഡാമേജ് ആയിരിക്കുന്ന ബാറ്ററി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബൾബിൻ്റെ വെളിച്ചമൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. കേട്ടിട്ടോ, ഇത് ഈ കറക്റ്റ് ലോക്കിൽ തന്നെ കയറ്റിയിടുക. ഇതെല്ലാം സിമ്പിളാണ്. ജസ്റ്റ് ഒരു ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ വണ്ടിയുടെ. ഈ വണ്ടി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ കൂടി ഒരു മെഷീനല്ലേ. നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾ ഓരോന്ന് ചെയ്താണ് എല്ലാം തന്നെ പഠിക്കണേ. അപ്പോൾ നമ്മൾ പഴയപടി തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാൻ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സ്ക്രൂസ് എല്ലാം ഇട്ട് പഴയപടി തന്നെ ടൈറ്റ് ചെയ്യാൻ മതി. വേറെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. സോ ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിപാടികളേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും. വർക്ക്ഷോപ്പിൽ പോയി പൈസ ഉള്ളതിനൊക്കെ കാരണം ഇത് ഹെഡ്ലൈറ്റ് ഒക്കെ മാറാൻ അത്യാവശ്യം അവർ നല്ല റേറ്റും കാര്യങ്ങളും കൂടിയും കിറ്റ് വരുന്നതുകൊണ്ടൊക്കെ ഇപ്പോൾ ഒരു സ്കൂട്ടർ വയറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ ഇത് മാറാനൊക്കെ ആയിട്ട് പിടിപ്പിച്ചു. പിന്നെ നിങ്ങളൊക്കെ ഇത് ലോങ് ഒക്കെ യാത്ര പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു സ്പെയർ ആയിട്ടൊരു ബൾബും കാര്യങ്ങളൊക്കെ കാണണം. കാരണം നിങ്ങൾ എപ്പോഴാണ് ഒരു ബൾബിൻ്റെ ഒക്കെ പോയിന്റ് അടിച്ചു പോകുന്നത്. ചിലപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴായിരിക്കും ഹെഡ്ലൈറ്റ് അടിച്ചു പോകണേ. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ വഴിയിൽ വെട്ടയില്ലാണ്ട് കിടക്കുന്നതിനേക്കാളും ഭേദമല്ല നമുക്ക് സ്വന്തമായിട്ട് മാറ്റാറിയെങ്കിൽ മാറ്റുന്ന എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് മാറ്റത്തില്ലടാ. അതെ, അത് തന്നെ. ഒന്നേ നിങ്ങൾ കാറിൻ്റെ ഇതുപോലെ തന്നെ സെയിം ആട്ടോ. കാറിൻ്റെ സ്റ്റേ ബോണറ്റ് നോക്കിയിട്ട് ഈ പറയുന്ന ബൾബിന്റെ ലോക്കും കാര്യങ്ങളും ഒരിടത്ത് കാറിനെ മാറ്റാൻ പറ്റും. പിന്നെ ബൈക്കിന്റെ ഈ ഒരു സംഭവം ഒരു വിധം സെയിം തന്നെയാണ്. ബൈക്കിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു പുതിയ വണ്ടിക്ക് മേടിക്കുമ്പോൾ എനിക്ക് സ്പെയർ ആയിട്ടൊരു ബൾബ് അതിനകത്ത് വണ്ടിക്ക് ഡാഷ്ബോർഡിനകത്ത് തന്നെ കാണാറുണ്ട്. പുതിയൊരു ബൾബ് വെക്കുന്നതാണ് അവർ. ഓക്കെ. സോ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്രയ്ക്ക് പോകുന്ന ഒരു സ്പെയർ ബൾബ് കാര്യങ്ങളും കൈ വെക്കുക. ഒരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും മതി. ചില വണ്ടികൾക്ക് ഒരു 10ന്റെ ഒരു സ്പാനറും വേണം. ഇത്രേ ഉള്ളൂ. സോ നമ്മൾ നട്ടുകളും കാര്യങ്ങളെല്ലാം വീണ്ടും പഴയപടി തന്നെ തിരിച്ചു കയറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ ബൾബ് മാറെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ മാറുമ്പോൾ സഹിക്കുന്ന പറഞ്ഞാൽ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കുക. നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയി മേടിച്ചോണ്ട് വരേണ്ടത്. അപ്പോൾ നമ്മളൊരു ദൂരയാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഹെഡ്ലൈറ്റിന് സ്പെയർ നമ്മുടെ വണ്ടിയെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും പെടാതെയൊക്കെ നോക്കാൻ പറ്റും. അത് തന്നെ മാറിയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റും. സോ ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.